ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വിവാഹത്തിന്റെ പേരിലോ ഈ ഒരു താലികെട്ടിന്റെ പേരിലോ എന്തെങ്കിലും ഒരു വിലപേശല് നീ നടത്തിയ നിനക്കല്ല, സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന നിന്റെ അമ്മയ്ക്കായിരിക്കും ആദ്യം മരണമെത്തുക. നമ്മള് പോലും അറിയാതെ അവള് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് നീ കണ്ടില്ലേ? ഇത് ദൈവനിയോഗമല്ലേ? ഇനിയും സംശയിക്കുന്നു നീ? ഗാഥയും കൃഷ്ണയും ഒരേ രൂപമാണ്. ഒരുപക്ഷെ സിത്താരയുമായോ സിത്താരയുടെ ഭർത്താവുമായോ കൃഷ്ണയ്ക്ക് രക്തബന്ധം ഉണ്ടായിരിക്കും, അല്ലേ അമ്മേ? ശാപം തന്ന പൂജാരിയുടെ കുടുംബത്തിൽ ഇരട്ടകളായി ഒരേ രൂപത്തിൽ ജനിച്ച 2 പെൺകുട്ടികളിൽ ഒരാൾ. നാഗപ്രീതിയുടെ ഉച്ചസ്ഥായിയിലാണ് ആ കുട്ടിയുടെ ജാതകം. ഇരട്ട കുട്ടികളിൽ നാഗപ്രീതിയുള്ള ഒരാൾ, അതാണ് നമ്മുടെ രക്ഷയ്ക്ക് വരികയെന്ന് സിദ്ധം പറഞ്ഞിരുന്നു. ഇനി അറിയാനുള്ളത് കൃഷ്ണയും ഗാഥയും ഇരട്ടകളാണോന്നാ. അങ്ങനെയാണെങ്കിൽ എന്തിനൊരു കുട്ടിയെ സിത്താര ഇത്രയും കാലം മറച്ചുവെച്ചു? അതും അറിയണം. അമ്മേ, നവീന്റെ ജീവിതത്തിന് ആപത്തൊന്നുമില്ലാത്ത വിധത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ ശാപമെല്ലാം മാറുന്ന രീതിയിൽ നവീൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും മകന്റെ ഭാര്യയായി വരുന്ന കുട്ടിയല്ലേ, അവളെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. വേണം. കൃഷ്ണമോളുടെ ബന്ധുവായി ഇപ്പൊ നമുക്കറിയാവുന്നത് അന്ന് കൃഷ്ണയോട് സംസാരിച്ച ഗോപാലിനെ മാത്രമാണ്. നമ്മൾ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അയാളുടെ അടുത്തേക്ക് ഒരാളെ അയക്കാം. നല്ല കാര്യം. എങ്കിൽ നീ അതിനുള്ള മാർഗങ്ങൾ നോക്ക്. പേടിക്കേണ്ടതെന്താ? പ്രാർത്ഥനകളും പൂജയും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. എല്ലാം ഇന്ന് അവസാനിക്കുക. ഞാനും ഇന്ന് അവസാനിക്കോ ചേച്ചി? ചിലപ്പോ തീരുമായിരിക്കും, അല്ലേ? കൃഷ്ണ, ഞാനിവിടുത്തെ വെറും ഒരു ജോലിക്കാരിയാ. പല കാര്യങ്ങൾക്കും എന്റെ മനസ്സിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റില്ല. തലയാട്ടിയേ പറ്റൂ. പക്ഷെ നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. സിനി, എന്താ സിനി, പോവാൻ റെഡിയല്ലേ? അതെ, റെഡിയാണ് മാം. പോകുന്നതിന് മുന്നേ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാര്യങ്ങള് ഇവിടെ ഇരുന്ന് എനിക്ക് കാണാൻ പറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിന്റെ അവസാനത്തെ ചടങ്ങാ. പലതവണ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാം. നവീൻ നിന്റെ അടുത്ത് വരുമ്പോഴും നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും നീ വെറും ഒരു വാടകക്കാരിയാ. അല്ലാതെ ഒന്നും നിന്റെ മനസ്സിലുണ്ടാവാൻ പാടില്ല. എനിക്കിതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. തോന്നുകയില്ല. ഈ നാട്ടിൻപുറത്ത് താലിച്ചരയുടെ കയ്യിൽ പിടിച്ച് അരങ്ങേറുന്ന നാടകങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കെട്ട് താലി, കെട്ടിയ പുരുഷൻ, അങ്ങനെ ആളുകളുടെ മനസ്സിലേക്കുന്ന കുറെ വാക്കുകൾ. അതൊന്നും ഈ കാര്യത്തിൽ വേണ്ട. വിവാഹം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഇന്ന് വരെ നടന്ന സകല കാര്യങ്ങളും മറന്നേക്കണം. പിന്നീട് എവിടെയെങ്കിലും നവീനെയോ നവീന്റെ ബന്ധുക്കളെയോ കണ്ടാ പോലും ഇങ്ങനെ നടന്ന കാര്യങ്ങൾ നീ ഭാവിക്കരുത്.
കല്യാണം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലല്ലേ. ഞാൻ മരിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പുള്ളതല്ലേ അല്ലേ മാഡം? ഇതാ ഞാൻ പറഞ്ഞത്, ഈ വക സംസാരങ്ങളാ നിന്റെയൊക്കെ ആയുധം. ഇത് വെച്ചോണ്ടാ നീ സകലരെയും വില പേശുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഈ വിവാഹത്തിന്റെ പേരിലോ ഈ ഒരു താലികെട്ടിന്റെ പേരിലോ എന്തെങ്കിലും ഒരു വിലപേശല് നീ നടത്തിയ നിനക്കല്ല, സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന നിന്റെ അമ്മയ്ക്കായിരിക്കും ആദ്യം മരണമെത്തുക. സിത്താര ശ്രീനിവാസന്റെ അത്രയും ക്ഷമ ഗാഥാ ശ്രീനിവാസനില്ല. അതാദ്യം നീ മനസ്സിലാക്കിക്കോ. ഗാഥ, നമുക്കിറങ്ങാം. അരുതാത്തത് എന്തെങ്കിലും കണ്ടാ ഞാൻ വിളിക്കും മമ്മി. സഹിക്കാൻ പറ്റാതായ ഞാൻ അങ്ങോട്ടേക്ക് വരും, അത് മറക്കണ്ട. കൊണ്ടുപോയിക്കോ. വരൂ. അമ്മേ, ആ, നമുക്ക് ഇറങ്ങാനുള്ള സമയമായില്ലേ? ഞങ്ങളല്ലല്ലോ തടസ്സം. ഇവിടുന്ന് നിന്റെ മോൻ ഇറങ്ങണ്ടേ? നവീൻ കുറേ നേരമായിട്ട് മാണിക്കുഞ്ഞിന്റെ കസ്റ്റഡിയിലാ. ഒരുക്കിയിട്ടും മാണിക്കുഞ്ഞിന് മതിയാവുന്നില്ല. ആ, അമ്മേ, ഇന്നലെ രാത്രി കല്യാണച്ചക്കന്റെ അച്ഛൻ ഉറങ്ങിയിട്ടേയില്ല. 1-2 തവണ ഞാൻ മയങ്ങിപ്പോയിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോഴും നന്ദേട്ടൻ ആലോചനയോടെ ഒരേ ഇരിപ്പ. എന്തിനാ ഇങ്ങനെ ഒരു ആലോചന? എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് ഞാൻ പല ഉരു പറഞ്ഞു. ഒരു മാറ്റവും ഉണ്ടായില്ല. മുഖം നോക്കി കണ്ണും വീങ്ങി എന്തോ വല്ലാത്ത പോലെ. ഇപ്പൊ അവന്റെ മുഖത്ത് കനം എന്തെങ്കിലും ഉണ്ടോന്ന് നീ നോക്ക്. ഇപ്പൊ ഇല്ല. ആ, ഇനി നന്ദന്റെ മുഖത്ത് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല. പോയി മണമാളൻ ചെറുക്കനെ വിളിച്ചോണ്ട് വാ. ശരി അമ്മേ. അമ്മേ, കൃഷ്ണമോളുടെ വരവും ബാക്കി കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ ശാപത്തിന്റെ കാര്യം പ്രവചനാതീതമാണെന്ന് സിദ്ധം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അത് പറഞ്ഞ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാ ഇപ്പോ നാഗക്ഷേത്രത്തിൽ പൂജയും നടക്കുന്നത്. അത് അദ്ദേഹം നോക്കിക്കോളൂ. കൃഷ്ണ